ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4700 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വീടുകളുള്ള വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയിൽ ഇന്റർലോക്ക് കട്ടവിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി വരുന്നത്. ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് വീടിന്റെ ചുറ്റുമതിൽ ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു വലിയ SUV കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 4-5 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു നാച്ചുറൽ ലുക്ക് ലഭിക്കുന്നതിനായി ഇവിടെ വുഡൻ ഫിനിഷ് ലഭിക്കുന്ന ഒരു സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 10-12 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള വാഷ് കൗണ്ടറും സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു പാർട്ടീഷൻ വർക്കും ചെറിയൊരു കൗണ്ടർ ടോപ്പൊക്കെ നമുക്കിവിടെ കാണാനാവുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് സൈസിലൊരു കിച്ചനാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് മുകളിലായി വരുന്ന കബോർഡ് വർക്ക് 2 പോർഷനാക്കി തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നന്നായി യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആക്കി തന്നെയാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കിച്ചന് പുറമേ ഇവിടെ വർക്ക് ഏരിയ വേണ്ടവർക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ളൊരു സ്പേസും ഇവിടെ ബിൽഡർ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. മൾട്ടിവുഡിൽ തീർത്ത 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ മിററൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും ചെയ്താണ് ഈ വീടിന്റെ ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സ്ക്വയർ ഷേപ്പിൽ ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ തന്നെ നല്ല ഭംഗിയാക്കി തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയും മൾട്ടിവുഡിൽ തീർത്ത 2 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബും നമുക്ക് കാണാം. മനോഹരമായ സീലിംഗ് വർക്ക് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർവേയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലുമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു ലിവിംഗ് ഏരിയയാണ്. മനോഹരമായൊരു TV യൂണിറ്റും ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഇതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ തുടക്കത്തിലായി മൾട്ടിവുഡിൽ തീർത്തൊരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ കാണാം. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 14 അടിയിൽ കൂടുതൽ നീളമുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മുഴുവൻ ഏരിയയും വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്.
നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് ലഭിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി മനോഹരമായൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളത്തിൽ വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കബോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പം നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ കാറ്റ് കൊള്ളാനും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായ ഒരു ആംബിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. ഈ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,700 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണുകളും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.